ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നു, സ്ഥാനാർത്ഥി പട്ടികയും വന്നു. അതായത് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക, CPI-യുടെയും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നു. ഏകദേശം എല്ലാത്തിലും ധാരണയായി. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇപ്പോഴും ധാരണയൊന്നും ആയിട്ടില്ല. എങ്കിലും നമ്മൾ കൊല്ലം ജില്ലയിലോട്ട് വരികയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് S. ജയമോഹന. അപ്പം UDF ഇനിയും കളത്തിലിറക്കാൻ പോകുന്നത് ബിന്ദു കൃഷ്ണയാണ് എന്നൊരു വിവരമൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം എന്തായിരിക്കും കൊല്ലം ജില്ലയിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പോരാട്ടം എങ്ങനെയായിരിക്കും? കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം മണ്ഡലം നമുക്ക് ആദ്യം കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ S. ജയമോഹൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം S. ജയമോഹൻ എന്ന് പറഞ്ഞാൽ അത്ര പേര് ഫെമിലിയർ അല്ലെങ്കിൽ പോലും കൊല്ലം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കൊല്ലം മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേട്ട ഒരു പേര് തന്നെയാണ്. അത്രത്തോളം പ്രഗത്ഭമതിയായ ഒരാളെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ, അതോടൊപ്പം തന്നെ ഈ പറയുന്നത് ഗ്രാമീണ വികസന ബാങ്കിൻ്റെ പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതോടൊപ്പം മഴനിറവ് പദ്ധതി എന്ന് പറയുന്ന ഈ ഭൂഗർഭ ജലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും കൊല്ലം ജില്ല അല്ലെങ്കിൽ കൊല്ലം മണ്ഡലത്തെ കൂടുതൽ എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ തനിക്ക് കിട്ടിയ അധികാരത്തെ വിനിയോഗിച്ച ഒരു മനുഷ്യൻ തന്നെയാണ്. നമുക്കറിയാം കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ളൊരു നേതാവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ഒരു സാധ്യത എന്നുള്ള നിലയിൽ ഉയർന്നു കേൾക്കുന്ന പേര് ബിന്ദു കൃഷ്ണയുടേതാണ്. നമ്മൾ ഈ രണ്ട് ആരെയും തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ബിന്ദു കൃഷ്ണ വളരെ തുച്ഛമായ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് M. മുകേഷിനോട് അടിയറവ് പറയുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു പിന്നെ 4 അക്കത്തിൽ എവിടെയാണ് 2000 മറ്റും വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് M. മുകേഷിന് അന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ മുകേഷിനെ ഒന്ന് ഒതുക്കി എന്ന് പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ടാണ് മുകേഷിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, M. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ഈ തീരദേശ മേഖലകളിൽ, എനിക്ക് തോന്നുന്നു ഈ തീരദേശ മേഖലകളിലേക്കൊക്കെ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ വലിയ തോതിൽ അവിടുത്തെ ആൾക്കാർ തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പലരും അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ മുകേഷിന് ഉണ്ടായിട്ടുണ്ട്. തങ്കശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം പോയ സമയത്തുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നം ഇവിടെ വരുമ്പോൾ നേരെ തിരിയും. കാര്യം ജയമോഹൻ എന്ന് പറയുന്ന നേതാവിനെ ആർക്കും പുതുതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി അവിടുത്തെ പിന്നെ ഈ പറയുന്ന ആദിവാസി മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇദ്ദേഹം അവിടുത്തെ പോഷകാഹാരക്കുറവ്, കുട്ടികളിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികളൊക്കെ എടുത്ത് ആ രീതിയിൽ അവിടുത്തെ ഒരു സർവ്വതോന്മുഖമായ ഒരു വികസനത്തിന് വേണ്ട വഴിമരുന്നിട്ട ഒരു നേതാവ്, മുതിർന്ന CPM നേതാവ് തുടങ്ങി ഒരുപാട് പ്രസക്തി ഈ പറയുന്ന S. ജയമോഹൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ഇത്രയും പ്രശസ്തനായ അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത ഒരു നേതാവിനെതിരെ ആയിട്ടാണ് നമുക്കിപ്പോൾ തൽക്കാലം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ല എങ്കിൽ തന്നെയും ഇവിടെ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ UDF-ൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ഈ സാഹചര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ ശരിക്കും ബിന്ദു കൃഷ്ണയ്ക്ക് അത്ര വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബിന്ദു കൃഷ്ണ ഈ കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷം 5 വർഷത്തെ കാലയളവിനെടുക്കും, 2021 എന്ന് പറയുന്ന ഒരു കാലയളവ്. എങ്ങനെയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ബിന്ദു കൃഷ്ണയെ അവിടെ കോൺഗ്രസ്സുകാർ പോലും പരിഗണിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് തനിക്ക് കൊല്ലത്തേക്ക് വന്ന് മത്സരിക്കാൻ വേണ്ടി നാടകം കളിക്കേണ്ടി വന്ന ഒരു നേതാവാണ് ബിന്ദു കൃഷ്ണ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ കാര്യം ബിന്ദു കൃഷ്ണ നിന്നാൽ വിജയിക്കില്ല എന്നറിയാം. M. മുകേഷാണ് മത്സരിക്കുന്നത്. അപ്പോൾ M. മുകേഷിനെതിരായി ബിന്ദു കൃഷ്ണ അത്തവണ വീണ്ടും മാറ്റുരയ്ക്കാൻ നിന്നാൽ കിട്ടില്ല കൊല്ലം സീറ്റ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പ്രാസംഗിക എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു നല്ല നേതാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു നല്ല നേതാവിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്? എങ്ങനെയാണ്? വാക്കുകളിലൂടെയാണ് പലപ്പോഴും നല്ല നേതാക്കന്മാരെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പിണറായി വിജയന്റെ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അണികൾക്ക് കിട്ടുന്നൊരു ആവേശമുണ്ട്. കാര്യം അണികൾ ആർത്ത് വിളിക്കുകയാണ്. കാര്യം അത്ര വലിയൊരു അവിടെ കിട്ടുന്നൊരു വേറൊരു ഫിഗറുണ്ട്. ഇപ്പം പഴയ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിപ്പോയി, പഴയ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇന്ദ്രനോ ചന്ദ്രനോ തടുക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ആവേശമുണ്ട്. ഈ ആവേശത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ പിന്നെ VD സതീശൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ടല്ലോ, ഈ ഒരു ആവേശം അണികളിലേക്ക് എത്തിക്കാൻ തക്ക കാര്യപ്രാപ്തിയുള്ള ഒരു പ്രാസംഗികയല്ല ബിന്ദു കൃഷ്ണ എന്നുള്ള വിവരം കൊല്ലത്തുള്ളവർക്കും പൊതുവെ കേരളത്തിലുള്ളവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അതറിയില്ല എന്നുള്ളതാണ് വസ്തുത.
പിന്നെ ജനങ്ങളുമായി അടുത്തിടപഴകിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലി ബിന്ദു കൃഷ്ണയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലപ്പോഴായി കോൺഗ്രസ് നേതൃത്വം തന്നെ പല ഘട്ടങ്ങളിലായി തഴഞ്ഞ ഒരു നേതാവ് തന്നെ, ഒരു വനിതാ നേതാവ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയൊരു ദുരവസ്ഥയും സ്ത്രീകളെ ഒരിക്കലും മുൻനിരയിലോട്ട് അവർ കൊണ്ടുവരത്തില്ല. അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു, ഇപ്പം നമ്മൾ ഇപ്പം ടി.കെ. ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് തളിപ്പറമ്പിൽ അദ്ദേഹം കിടന്നിട്ട് ഇപ്പം ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചില്ല, 70 വർഷക്കാലമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിടാൻ തയ്യാറെടുത്തുകൊണ്ട് ഇപ്പൊ തളിപ്പറമ്പിൽ പിന്നെ എം.വി. ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ടീച്ചർക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് അവിടെ. അപ്പം ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് CPM എന്ന് പറയുന്നൊരു പാർട്ടിയുടെ ഒരു രീതി എന്താണ്, അവിടെ നല്ല കഴിവുള്ള നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരാം. വനിതാ നേതാക്കളാണെങ്കിൽ പോലും ശ്യാമള ടീച്ചർ അവിടെ കൊണ്ടുവന്ന് തെറ്റായ ഷൈൻ ടീച്ചർ വന്നു, KJ ഷൈൻ, ശ്യാമള ടീച്ചർ വരുന്നു, ഇനി പിന്നെ ശൈലജ ടീച്ചറുണ്ട്, ഈ ശ്രീമതി ടീച്ചറുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ നിരവധി മുഖങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി നിർത്താൻ CPM-ന് സാധിക്കുന്നുണ്ട്, വനിതാ മുഖങ്ങളെ. ഇപ്പം നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ ഇപ്പം ശൈലജ ടീച്ചർ മത്സരിക്കുന്ന പേരാവൂരിൽ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു മിക്കവാറും സ്ഥാനാർത്ഥികളുടെ വരുമ്പോൾ സണ്ണി ജോസഫ് തന്നെ ആയിരിക്കും. അപ്പോൾ സണ്ണി ജോസഫിനെതിരായിട്ടാണ് അവർ മത്സരത്തിന് ഇറക്കുന്നത്. സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ KPCC-യുടെ അധ്യക്ഷനാണ് നിലവിൽ. പിന്നെ തന്നെയല്ല പല തവണയായിട്ട് സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ ജയിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നിട്ട് പോലും പേരാവൂരിൽ സണ്ണി വക്കീലിനെതിരായിട്ട് കൊണ്ട് ഇറക്കാൻ ധൈര്യം കാണിച്ചു. അത് CPM-ന്റെ ധൈര്യം. എന്താ, ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു നേതാവിനോട് പാർട്ടിക്കുള്ള വിശ്വാസമാണത്, മനസ്സിലാക്കണം. ഇവിടെ ശ്രീമതി ടീച്ചറിനെ ലോക്സഭയിലേക്ക് K. സുധാകരനെതിരെ മത്സരിപ്പിച്ചു, അതിൽ ഒരു തവണ വിജയിക്കുകയും ചെയ്തു ശ്രീമതി ടീച്ചർ. അപ്പൊ ആലോചിച്ച് നോക്കൂ, K. സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട് ശ്രീമതി ടീച്ചർ മത്സരിച്ച് ജയിച്ചു. അതിനുശേഷമാണ് ശ്രീമതി ടീച്ചറിനെ K. സുധാകരൻ പരാജയപ്പെടുത്തുന്നത്. അപ്പോഴും ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന, തീപ്പൊരി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന, അല്ലെ കണ്ണൂർ പോലെ ഒരു നാട്ടില് CPM-നെതിരായിട്ട് ശക്തമായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെതിരെ ഒരു വനിതാ പ്രതിനിധിയെ കൊണ്ട് നിർത്താൻ ധൈര്യം കാണിച്ച ഒരു പാർട്ടി കൂടിയാണ് CPM. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അങ്ങനെ ഒരു ധൈര്യം കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എന്ന് പറയും, ഒരു ആത്മവിശ്വാസം പാർട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വനിതാ നേതാവ് സത്യത്തിൽ ഇന്ന് ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ തൃക്കാക്കര ജയിച്ചു എന്ന് പറയുന്നു. ഇപ്പൊ ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് തൃക്കാക്കരയിൽ നിന്ന് MLA ആയി തിരിച്ചു വരുന്നു. PT തോമസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇല്ലായിരുന്നെങ്കിൽ, PT തോമസിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു ബാഡ്ജ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തൃക്കാക്കരയും ജയിക്കാൻ കഴിയില്ലായിരുന്നേ. ഇപ്പൊ നോക്കൂ, രമ്യ ഹരിദാസിനെ ഇവിടുന്ന് MP ആയി പറഞ്ഞു വിട്ടു ചേലക്കരയിൽ, ആലത്തൂരിൽ നിന്ന്. എന്നിട്ട് എന്തായി? തുടർന്ന് ഒരു ട്രെൻഡ് ആഞ്ഞു വീശിയ സാഹചര്യത്തിൽ പോലും ഈ പറഞ്ഞ രമ്യ ഹരിദാസിന് എവിടെ നിന്ന്, ചേലക്കരയിൽ നിന്ന് വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല. UR പ്രദീപാണ് പകരം MLA ആയിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പം അങ്ങനെ എടുത്തു പറയത്തക്ക കാര്യശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള വനിതാ നേതാക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇല്ല. ഉള്ളവരാകട്ടെ പുറത്ത്. ഇപ്പം സിമി റോസ്ബെൽ, ഇതിന് മുമ്പ് പറഞ്ഞ ഒരു സിമി റോസ്ബെൽ കോൺഗ്രസ് വിട്ടു പോകുന്ന സമയത്ത് അവർ പറഞ്ഞ എന്താ, ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ വനിതാ നേതാക്കൾ വളർന്നു വരാൻ സമ്മതിക്കില്ല. അരിതാ ബാബു എന്ന് പറയുന്ന ഒരു നേതാവ് കായംകുളത്ത് നിന്ന് വളർന്നു വരുന്നുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് അരിതാ ബാബുവും അധപ്പതിച്ചു പോകുന്ന ഒരു ഗതികേടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന S. ജയമോഹൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റിയ യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ കോൺഗ്രസ്, അതായത് തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും കൂടെ കാണും. തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടോ, തോറ്റു പോകുന്നേ. അല്ല, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കില്ല. അപ്പൊ പിന്നെ തോറ്റോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടതാണെങ്കിലോ അവന് സാധ്യതയുണ്ട്. കാര്യം ഇപ്പം ബിന്ദുകൃഷ്ണ ഇപ്പൊ MLA ആയിട്ട് വരുമ്പോ അവിടെ എതിരിടേണ്ടത് ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കണം. ബിന്ദുകൃഷ്ണ MLA ആയി ഭരണപക്ഷത്തേക്ക് വന്നു എന്ന് തന്നെ കരുതുക. ഈ ബിന്ദുകൃഷ്ണ വന്നിട്ട് ആർക്കൊക്കെ എതിരെയാണ് പോരാടി വരേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടപ്പുറത്തുണ്ട് ഇരവിപുരത്ത് M. നൗഷാദ് എന്ന് പറയുന്ന ഒരു കൊലകൊല്ലിയായ ഒരു MLA കിടപ്പുണ്ട് അവിടെ, M. നൗഷാദ്. ഇത്രയാണ് ഇരവിപുരത്ത് അത് തന്നെയായിരിക്കും സാധ്യത, അദ്ദേഹത്തിന് തന്നെയാണ് സാധ്യത. CPM-ന്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് അദ്ദേഹം. പിന്നെ സഭയിൽ കയറി കൊണ്ട് പ്രസംഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഈ ബിന്ദുകൃഷ്ണയ്ക്കെതിരായിട്ടൊരു ആരോപണത്തെ വെട്ടി മാറ്റാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ശക്തമായ സോളിഡ് ആയിട്ടുള്ള എവിഡൻസോട് കൂടിയായിരിക്കും ഈ M. നൗഷാദ് എന്ന് പറയുന്ന ആ MLA പ്രസംഗിക്കുന്നത്. അപ്പോൾ സഭയെ പോലും ഇരുന്ന് വിയർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി ഒരു വകുപ്പ് കൊടുത്തെന്ന് വിചാരിക്കട്ടെ, ഇപ്പൊ ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഇനി ബിന്ദുകൃഷ്ണയ്ക്ക് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക. ഒരു വനിതാ പ്രാതിനിധ്യമല്ലേ കൊടുക്കാം. ഈ ബിന്ദുകൃഷ്ണ ഇന്ന് നമുക്കറിയാം ആരോഗ്യവകുപ്പിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ എത്ര ഭംഗിയായിട്ടാണ് വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി കൃത്യമായി കണക്ക് വെച്ചിട്ട് അവിടെ വെട്ടി നിർത്തുന്നത്. ഇതുപോലെ ഒരു അവതരണ രീതി ബിന്ദുകൃഷ്ണയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല.
നമുക്കറിയാം അടിയന്തര പ്രമേയ ചർച്ചകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 16, 15 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമ്മേളനങ്ങളിലും ഉണ്ടാകുന്ന അടിയന്തര പ്രമേയ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. ഈ അടിയന്തര പ്രമേയ ചർച്ചകളിൽ വളരെ നിശിതമായി ഓരോ കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു കളമശ്ശേരിയിൽ നിന്ന് പി രാജീവ് എന്ന് പറയുന്ന ഒരു മന്ത്രി, ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്ന പി രാജീവ് നാളെ സഭയിലേക്ക് എത്തുകയാണ്. പുള്ളി ഒരു MLA ആണെങ്കിൽ പി രാജീവിന്റെയും തൃത്താല MP രാജേഷിന്റെയും ഇവിടെ നിന്നുള്ള പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇദ്ദേഹം ഒല്ലൂരിൽ നിന്നുള്ള K രാജന്റെയും മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായി പറയുന്നത്? ഒരു മന്ത്രിയായി കഴിഞ്ഞ് ഇവരുടെയൊക്കെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? അപ്പോഴും പിണറായി വിജയൻ ധർമ്മടത്തും ജയിച്ച ഒരു MLA പ്രതിപക്ഷ നേതാവായിരിക്കും. എങ്ങനെ ഇതിനെയൊക്കെ എതിർക്കാൻ കഴിയും? UDF ഭരണം കിട്ടിയെന്ന് വിചാരിച്ചു. UDF ഭരണം കിട്ടി. ഞാൻ എൻ്റെ ഒരു ഇതുമാണ്, ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാണ്. UDF ഭരണം കിട്ടി, പിന്നെ ഈ ബിന്ദുകൃഷ്ണ ജയിച്ചു, ആരോഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പ് ബിന്ദുകൃഷ്ണയ്ക്ക് കൊടുത്തു. ഈ എതിരെ ഇരിക്കുന്ന ആരൊക്കെ ആയിരിക്കും? എന്തായിരുന്നാലും പി രാജീവ് പരാജയപ്പെടാൻ പോകുന്ന ഒരു നേതാവല്ല. MP രാജേഷ് തൃത്താലയിൽ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്ന നേതാവല്ല. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നെ പരാജയപ്പെടാൻ പോകുന്ന ഒരു നേതാവല്ല. അപ്പൊ ഇത്രയും ഒല്ലൂരിൽ ഈ പറയുന്ന K രാജൻ മിനിസ്റ്റർ പരാജയപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഒരു പ്രതിപക്ഷ നിരയിൽ, പ്രതിപക്ഷം ഇപ്പൊ തന്നെ സ്ട്രോങ് ആയി. ഈ ഇത്രയും ഇരിക്കുന്ന പ്രതിപക്ഷ നിരയിൽ ഇപ്പൊ പിന്നെ നൗഷാദ് പരാജയപ്പെടില്ല. നൗഷാദ് ഇരിപ്പുണ്ട്. അപ്പൊ ഇത്രയും പേരടങ്ങുന്ന ഒരു വലിയ ടീം ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ശക്തരായ MLA മാരെന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ടീം, ശൈല ടീച്ചർ അടക്കം വന്നിരിക്കുന്ന ടീമാണെന്ന് ആലോചിക്കും. ഇവരെ എങ്ങനെ പ്രതിരോധിക്കും? ബിന്ദുകൃഷ്ണയെ പോലൊരു നേതാവ് ഒരു മന്ത്രിയായി നിൽക്കുന്നു, ഒരു അടിയന്തര പ്രമേയം നൗഷാദ് അവതരിപ്പിച്ചു എന്ന് വയ്ക്കുക. ഈ അടിയന്തര പ്രമേയത്തെ വാക്കുകൊണ്ട് വെട്ടാൻ പോലും ശേഷിയില്ലാത്തവരാണ് ആ ഇരിക്കുന്നവരല്ല. ആലോചിച്ച് നോക്കിയേ, സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ബിന്ദുകൃഷ്ണയെ പോലെയുള്ള ഒരു നേതാവിനെ കൊല്ലംകാർ ജയിപ്പിച്ചു വിടുക? ഒരു മന്ത്രിയെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഇരിക്കുന്ന കൊമ്പന്മാരുടെ മുന്നിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ, ഈ കൊമ്പന്മാരെ തന്നെ വിളിക്കാം. ഭരണപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തെ വാട്ടി തേച്ചൊട്ടിച്ചു വിട്ട കൊമ്പന്മാർ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ MP രാജേഷ് ആണെങ്കിലും പി രാജീവ് ആണെങ്കിലും K രാജനാണെങ്കിലും. ഇവർ മൂന്ന്, പിന്നെ ശിവൻകുട്ടി, ഇവർ ഇത്രയും പേരൂടെ ഒത്തുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ, എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ MP രാജേഷാണ് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ബിന്ദുകൃഷ്ണയ്ക്ക് കഴിയുമെന്ന്. അപ്പൊ അത്രയ്ക്ക് പുവർ ക്വാളിറ്റി ഉള്ള ഒരു നേതാക്കന്മാരിൽ ഒരാളാണ് ഈ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ എനിക്ക് നമ്മുടെ എന്താ പറയാ ഈ വാഴക്കൊല വിവാദം ഉണ്ടാക്കിയ നായിക അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ ഇവിടെ ജയിച്ചേക്കാമായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവരെ പോലും വെട്ടാനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. ഞാൻ ചിന്താ ജെറോമിനെ പോലുള്ള ഒരു നേതാവിനെ പോലും ഫേസ് ടു ഫേസ് നിന്ന് സംസാരിച്ച് ജയിക്കാൻ പോലുള്ള കെൽപ്പുള്ള, വാദിച്ച് ജയിക്കാൻ പോലും കെൽപ്പുള്ള ഒരു നേതാവല്ല ബിന്ദുകൃഷ്ണ. അപ്പോൾ കൊല്ലം എന്ന് പറയുന്നത് S ജയമോഹനൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊല്ലംകാരെ കുറ്റം പറയാൻ പറ്റില്ല. ജയമോഹൻ എന്ന് പറയുന്ന നേതാവ് ഉണ്ടാക്കി വെച്ച ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹം വഹിച്ച സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം ആ നാടിന് വേണ്ടിയിട്ടും അദ്ദേഹം നിന്ന് പ്രവർത്തിച്ച ആ മേഖലകളിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തന പരിചയം നമ്മൾ എടുത്ത് അളന്നു നോക്കുമ്പോൾ ജയമോഹന്റെ മുന്നിൽ ബിന്ദുകൃഷ്ണ എന്ന് പറയുന്നത് മത്സരിക്കാൻ പോലും ക്വാളിറ്റി ഇല്ലാത്ത ഒരു നേതാവാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ കൊല്ലം സീറ്റ് ഏകദേശം ഈ ബിന്ദുകൃഷ്ണയാണ് മത്സരിക്കുന്നതെങ്കിൽ കൊല്ലം സീറ്റ് എന്തായാലും ഇടതുപക്ഷം ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് വേണം കരുതാം.